അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റവർക്ക് സഹായഹസ്തവുമായി ഭാരതം മുന്നോട്ട് വന്നത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 16-ന് കാബൂളിലെ ഒമദ് ലഹരി വിമുക്ത കേന്ദ്രത്തിന് നേരെ പാകിസ്ഥാൻ നടത്തിയ അതിശക്തമായ വ്യോമാക്രമണം നൂറുകണക്കിന് നിരപരാധികളുടെ ജീവനാണ് അപഹരിച്ചത്. ഈ ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ അഫ്ഗാൻ ജനതയോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 2.5 ടൺ അടിയന്തര മരുന്നുകളും വൈദ്യസഹായ ഉപകരണങ്ങളും ഇന്ത്യ കാബൂളിലെത്തിച്ചു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയത്, മാനുഷിക പരിഗണനകൾ മുൻനിർത്തിയും അയൽരാജ്യത്തിൻ്റെ പരമാധികാരത്തെ മാനിച്ചുമാണ് ഇന്ത്യ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തെ ഇന്ത്യ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. ആശുപത്രികൾ പോലുള്ള സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഭീകരവാദ വിരുദ്ധ പോരാട്ടമെന്ന പേരിൽ നിരപരാധികളെ കൊന്നൊടുക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഇന്ത്യ നിലപാടെടുത്തു. ഏകദേശം 400ഓളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ സംഭവം മേഖലയിൽ വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഈ കേന്ദ്രത്തെ സൈനിക ലക്ഷ്യമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴും അതൊരു ചികിത്സാ കേന്ദ്രമായിരുന്നു എന്ന യാഥാർത്ഥ്യം ഭാരതം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. ഇന്ത്യയുടെ ഈ നീക്കത്തെ കേവലം ഒരു വൈദ്യസഹായമായി മാത്രം കാണാൻ സാധിക്കില്ല. താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ പുലർത്തുന്ന തന്ത്രപരമായ ബന്ധത്തിൻ്റെ സൂചന കൂടിയാണിത്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് താങ്ങായി ഇന്ത്യ മാറുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കാബൂളിലെ ഇന്ത്യൻ സാന്നിധ്യം തങ്ങൾക്ക് ഭീഷണിയാണെന്ന് പാകിസ്ഥാൻ പണ്ടേ വാദിക്കുന്നുണ്ട്. ഈ വൈദ്യസഹായത്തിൻ്റെ മറവിൽ ഇന്ത്യ താലിബാന് ആയുധങ്ങൾ എത്തിക്കുന്നുണ്ടോ എന്ന സംശയം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എങ്കിലും അതിന് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിദേശ നയം എപ്പോഴും മാനുഷിക മൂല്യങ്ങൾക്കും പ്രാദേശിക സമാധാനത്തിനും മുൻഗണന നൽകുന്നതാണ്. ആയുധങ്ങൾ നൽകി ഒരു യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ തകർന്നടിഞ്ഞ ഒരു രാജ്യത്തെ പുനർനിർമ്മിക്കാൻ സഹായിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇത്തരം ഉന്നയിക്കുന്ന ആരോപണം ഈ സഹായ പ്രവർത്തനങ്ങളെയും സംശയത്തിന് നിഴലിലാക്കുവാൻ ശ്രമിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുമെന്നത് തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു. വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സങ്കീർണമാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ഈ മാനുഷിക ഇടപെടൽ താലിബാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്നതിൽ സംശയമില്ല.